ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കാശീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു അഡ്ജുഡിക്കേഷൻ്റെ ആവശ്യമായിട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തി. നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൻ്റെ ആ സൈഡിനാണ്. പ്രോപ്പറായിട്ട് ലൊക്കേഷൻ എനിക്കും കറക്റ്റ് അറിയത്തില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ വിളിച്ച പുള്ളിക്കാരൻ, അപ്പോൾ ആ ചേട്ടൻ ഇച്ചിരി ലേറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കുറേ നേരമായി നമ്മൾ വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങാമെന്ന് കരുതി ഞാനും മണിക്കുട്ടിയും കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് അവിടെ ഇങ്ങനെ തിരക്കിയപ്പോൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഇതാ വന്നു, കണ്ടു, പുറത്തുനിന്ന് തൊഴുതു. നമ്മളൊരു ഉച്ചയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ആ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിന് ശേഷം അവിടുത്തെ നേരെ നമുക്ക് നല്ല വിശപ്പുണ്ട് രണ്ടാൾക്കും. കാരണം ഓൾറെഡി പറഞ്ഞു നമ്മൾ വേറൊരു ആവശ്യമായിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് നമ്മളെ ഇങ്ങനെ എത്തണം, ഉച്ചയ്ക്ക് തന്നെ എത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാ. എനിക്ക് തോന്നുന്നു 2:30 വരണമെന്ന് പറഞ്ഞു, 1:35 അങ്ങനെ എന്തോ ടൈമിലാന്ന് തോന്നുന്നു നമ്മൾ അവിടെ നിന്ന് കിളിമാനൂരിൽ നിന്ന് ഇറങ്ങിയത്. ബ്ലോക്കിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ ടൈമിൽ ഇവിടെ നമ്മൾ എത്തി. പക്ഷേ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമ്മൾ ഒരു ആൻറ്റീൻ്റെ അടുത്ത് തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് വേറെ ഫുഡ് കഴിക്കാനായിട്ടുള്ള കടകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ പോയപ്പം നമ്മുടെ പൊങ്കാല ആവാറായിട്ടുണ്ടല്ലോ, ആറ്റോക്കോല് പൊങ്കാലയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ കലങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ പോയി നോക്കിയൊക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത് മണിക്കുട്ടി പറഞ്ഞു, ചേച്ചി നേരെ നോക്കി നടക്കുക, ഏതെങ്കിലും തട്ടി എന്തെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാഷ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് നേരെ നമ്മളവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ബേക്കറി അല്ല കേട്ടോ നമ്മൾ കയറിയത്. കാരണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചേട്ടൻ വന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ അതൊരു ഇതാവണ്ടെന്ന് കരുതി നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം ആ വിശപ്പിന് വേണ്ടി തൽക്കാലം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നമ്മൾ നേരെ ബേക്കറിയിലേക്ക് കയറി. രണ്ടാളും ഓരോ ഷാർജ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിച്ചിട്ട് ആ ചേട്ടൻ വിളിച്ചാലും പെട്ടെന്ന് പോവാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ 2 ഷാർജയൊക്കെ മേടിച്ചു, കുടിച്ചു. അങ്ങോട്ട് പോയപ്പോഴേ ഈ ഒരു ഷോപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന ടൈമിൽ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇതെടുത്തതിൻ്റെ റേറ്റൊക്കെ ഞാനൊന്ന് ജസ്റ്റ് തിരക്കിയിട്ടുണ്ട്. റേറ്റൊക്കെ നല്ല റേറ്റാണ്. എന്നാലും ജസ്റ്റ് എനിക്കൊരു കണ്ടൊരു ഇഷ്ടം തോന്നിയിട്ട് അതിൻ്റെ റേറ്റൊക്കെ തിരക്കിയതാണ്. ഇൻ കേസ് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ വാങ്ങാമല്ലോ. അപ്പോൾ നമ്മൾ വന്ന കാര്യം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നടന്ന് കിട്ടി. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വരുന്ന വഴിക്ക് മണിക്കുട്ടി വീണ്ടും പറഞ്ഞു, ചേച്ചി നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു നേരെ നമ്മൾ പോത്തങ്കോട് ഇറങ്ങി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ഒരു വടയൊക്കെ കഴിച്ച് അവിടെ നേരെ നമ്മൾ വീണ്ടും കയറി. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ കയറി. ഏകദേശം നമ്മൾ വെഞ്ഞാറമൂട് എത്താറാവുന്നുണ്ട്. നല്ല ബ്ലോക്കാണ്. ഒത്തിരി നേരം നമ്മൾ ചവിട്ടി എൻ്റെ കാലും കൈയൊക്കെ ഒരു പരിവായിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മാണിക്കോട് മേള തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെയും കൂടി തിരക്കുണ്ട് അത്യാവശ്യം. മാത്രമല്ല പിന്നെ റോഡ് പണി നടക്കുന്നുണ്ടല്ലോ, അറിയാമല്ലോ. നമുക്ക് ഇതുവഴി പോകുന്നവർക്ക് ഈ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമുക്ക് അവിടെ വെഞ്ഞാറമൂട്ടിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലൈറ്റൊക്കെ കുറച്ച് കണ്ട് പയ്യെ ഇങ്ങ് പോന്നു. ഇത് തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. കുറച്ച് നമ്മുടെ പോയ വിശേഷങ്ങളൊക്കെ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടനെ കൂട്ടത്തിൽ കാണാത്തത്, കാശിക്കുട്ടന് വയ്യ കേട്ടോ, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാശിക്കുട്ടനെ കൊണ്ടുപോകാണ്ടിരുന്നത്. അതുമാത്രം നല്ല ലോങ്ങാണ്, അതുകൊണ്ടാണ് കൊണ്ടുപോകാണ്ടിരുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും കാശിക്കുട്ടന് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.